നമസ്കാരം. ബോൾബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും വന്നു അടുത്ത ഒരു ഫുട്ബോൾ കണ്ടന്റുള്ള ഒരു വീഡിയോയുമായിട്ട്. ഇന്നത്തെ ചർച്ചയെന്ന് പറയുന്നത് കരബാവോ കപ്പ് അല്ലെങ്കിൽ EFL കപ്പ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മാച്ചായിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കണ്ടവർക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ആ മാച്ച്. എടുത്തു പറയേണ്ട ഒരു കാര്യം ന്യൂ കാസ്റ്റലിനെ കുറിച്ചാണ്. ന്യൂ കാസ്റ്റലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കളിച്ചത്. ആരുമായിട്ടാണ് പറഞ്ഞില്ല കേട്ടോ, സോറി. ഇന്നലത്തെ മാച്ച് ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസ്റ്റൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മാച്ചായിരുന്നു. രണ്ടുപേരും കളിച്ചു, പക്ഷേ കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ട ന്യൂ കാസ്റ്റലിൻ്റെ ഗെയിമാണ്. 11 പേരും കട്ടയ്ക്ക് കളിച്ചു, അങ്ങനെ പറയാം. അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ന്യൂ കാസ്റ്റലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു EFL കപ്പ് കേട്ടോ അവർ ജെയിംസ് പാർക്കിൽ എത്തിച്ചേക്കുന്നത്. അതും ഭദ്രമായിട്ട് അവരെത്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ സെൻറ്റർ ബാക്കിനെ കുറിച്ചാണ്. 4 ബാക്കും, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, 2 സെൻറ്റർ ബാക്ക്, ലിവർമെൻറ്റോ, ബേണ്, സ്കാറ്, പിന്നെ ട്രിപ്പിയർ. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു പാടുണ്ട് ബേണ്. പുള്ളിക്കാരൻ ഈ സൈസിൽ നിൽക്കുമോ, അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി കളിച്ചിട്ടുണ്ടോ. പുള്ളിയുടെ ഇന്നലത്തെ ഒരു കളിയെന്ന് പറഞ്ഞാൽ ഹൈ റേറ്റിംഗ് കളിയാണ്. പുള്ളി ഇന്നലെ ഒരു ഗോളൊക്കെ അടിച്ചായിരുന്നു കോൺട്രിയിൽ നിന്ന്. അതും ട്രിപ്പിയറിൻ്റെ അസിസ്റ്റിന്, അതും ഹൈ ജമ്പിൽ ചാടി ലെഫ്റ്റ് കോണിൽ കറക്റ്റ് സ്പേസിലാണ് പുള്ളി അടിച്ചത്. ആ ഗോൾ കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ ആ കളി കണ്ടവർക്കറിയാം ആ ഗോളിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ജോലിൻ്റെനെ കുറിച്ച്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇന്നലത്തെ കളിയിലെ ഹീറോ മാസ്റ്ററും ബേണായിരുന്നു. പുള്ളി ഓൾറെഡി കത്തിക്കുമായിരുന്നു ഇന്ന് ടീം. പിന്നെ ജോലിൻ്റെലോട്ട് വരാം കേട്ടോ. ജോലിൻ്റനെ കുറിച്ച് ഇനി എനിക്ക് പറയാനുള്ളതെന്നാണ്, ഒരു ബ്രസീലിയൻ നിരയാണ് ജോലിൻ്റൻ അവിടെ പ്രകടിപ്പിച്ചത്. സോറി കേട്ടോ, ബ്രസീൽ എന്നല്ല പറയുന്നത്, തെറ്റ് പോകുന്നുണ്ട് ഇടയ്ക്ക്. ബ്രസീലിൻ്റെ ഒരു കളിക്കാരനാണ് ജോലിൻ്റൻ. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കളിച്ചു. അത്യാവശ്യം പന്ത് റിസീവ് ചെയ്തു, ആൾക്കാർക്ക് നല്ല രീതിയിൽ പാസ് കൊടുത്തു, പ്രോ കൊടുത്തു. പിന്നെ ബ്രസീൽ ക്വാളിറ്റി ഉണ്ട് പുള്ളിക്ക്, അത് പറയാമല്ലോ. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പാസ് കൺട്രോൾ ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് 2-3 കട്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാസ്സൊക്കെ കൊടുത്തായിരുന്നു. നല്ല രീതിയിൽ കളിപ്പിച്ചു. പിന്നെ ജോലിൻ്റെനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇന്നലെ മത്സരശേഷം പുള്ളി സ്കൈ സ്പോർട്സിന് അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഐ മെയ്ഡ് മൈ ഫാമിലി പ്രൗഡ്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പുള്ളി കരഞ്ഞോണ്ടാട്ടോ പറഞ്ഞത്. പിന്നെ ജോലിൻ്റെന് വിളി വന്നിട്ടുണ്ട് വേൾഡ് കപ്പിനോട്ടുള്ള. വേൾഡ് കപ്പ് സ്ക്വാഡിൽ പുള്ളിയും ഇടം നേടിയിട്ടുണ്ട്. പുള്ളി അതുപോലെ നല്ല രീതിയിലുള്ള ഫോമിലായതുകൊണ്ട് ആയിരിക്കും പുള്ളി ന്യൂ കാസ്റ്റൽ ആയിരിക്കാം ബ്രസീൽ ടീമിലോട്ട് ഇടം നേടിയത്. അടുത്ത എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഐസക്കിനെ കുറിച്ചാണ്. ഐസക് ഫ്രം സ്വിഡിഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഐസക്ക് കളിച്ചു. ഇന്നലെ ഒരു ഓപ്പൺ സ്പേസൊക്കെ കിട്ടി, കറക്റ്റ് രീതി ഗോൾ സ്പേസ് ആക്കി. അതും ആ ഗോൾ വന്ന വരി ഏതാണെന്ന് ചോദിച്ചാൽ മർഫി വരിയാണ്. മർഫിയുടെ ഒരു അസിസ്റ്റ് വരിയാണ്. ഐസക് ആ സ്പേസിലോട്ട് ഗോൾ അടിക്കാൻ തന്നെ വലിയ കാരണം. നല്ല രീതിയിൽ ഗോൾ അടിച്ചു. ഐസക്കിന് 2-3 അവസരം കിട്ടി, പക്ഷേ അത് അടിക്കാനും പറ്റിയില്ല. 2-3 അവസരമൊക്കെ അടിക്കാനും പറ്റിയില്ല, അത് പോട്ടെ. പക്ഷെ എന്നാലും ഗോൾ സ്കോർ ചെയ്തല്ലോ. 2ാമത്തെ ഗോൾ സ്കോർ ചെയ്ത് ഐസക്കാണ്. പക്ഷേ ഐസക്കിൻ്റെ ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിലെ ഒരു പോക്ക് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമാട്ടോ. കാരണം ഐസക്കിന് 19 ഗോളുണ്ട്. ഇപ്പം 3ാമതാണ് ഗോൾ സ്കോറിങ്ങിൽ നിൽക്കുന്നത്. ഫസ്റ്റ് നിൽക്കുന്ന സല, 2ാമത് നിൽക്കുന്ന ഹാലൻഡ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേയിങ് മൊമെൻ്റാണ് പുള്ളി ഒരു ആസ് എ സ്ട്രൈക്കർ പുള്ളി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇന്നലെ. ഇനി അടുത്ത വരാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രിപ്പിയറിനെ കുറിച്ചാണ്. ട്രിപ്പിയർ അത്യാവശ്യം നല്ല രീതിയിൽ ആ ലെഫ്റ്റ് ബാക്ക് പുള്ളി ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ കളിച്ചു. അത്യാവശ്യം നല്ലപോലെ ക്ലിയറൻസൊക്കെ ചെയ്തു, നല്ലപോലെ ടാക്കിൾ ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ പാസസ് കൊടുത്തു. പിന്നെ പുള്ളിയാട്ടോ എല്ലാ ഫ്രീ കിക്ക് കൊടുത്തേ. കളിയിലെ മെയിൻ ഫ്രീ കിക്ക് എല്ലാം പുള്ളിയാണ് എടുത്തത്. ഇപ്പം ഇന്നലത്തെ കളി ന്യൂ കാസ്റ്റലിൻ്റെ കളി ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇപ്പം നടുക്കൂന്ന് പെനാൽറ്റി ഒരു അത്യാവശ്യം നടുക്കൂൻ്റെ കുറച്ചുകൂടെ അവിടെ നിന്ന് എന്തെങ്കിലും ഫൗൾ വന്നൊരു കിക്ക് കിട്ടിയാലും അത് ഫ്രീ കിക്ക് പോലെ എടുക്കണം. അത് എടുക്കാൻ വേണ്ടി ഇത് ട്രിപ്പിയർ ആയിരിക്കും, അകത്തോട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഗെയിം പ്ലേ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ 2 മഞ്ഞക്കാട് കിട്ടി കേട്ടോ. ടൊണാലിക്കും പോപ്പനും 2നും ടൈം വേസ്റ്റിങ്ങുള്ള മഞ്ഞക്കാടായിരുന്നു. ഇത്രയൊക്കെയുള്ള എനിക്ക് ന്യൂ കാസ്റ്റലിനെ കുറിച്ച് പറയാനുള്ളൂ. 11 പേരും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു, നല്ല അണക്കത്തിൽ കളിച്ചു. അത് അവർക്കുള്ള റിസൾട്ട് കിട്ടി. ഇനി മറിച്ച് ലിവർപൂളിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ആസ് എ ലിവർപൂൾ ഫാനല്ല, എന്നാലും ലിവർപൂളിനെ ഇഷ്ടമുള്ളൊരു ടീമാണ്. അവർ വീണ്ടും ഭയങ്കര നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻഫീൽഡിലെ ആരാധകരെ, നമ്മളെ എല്ലാവരെയും. അത് കാരണം ഒരു തോൽവി കഴിഞ്ഞ് വീണ്ടും ഒരു തോൽവി
കാരണം അവരുടെ മെയിൻ ടൈറ്റിലെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം UEFA ചാമ്പ്യൻസ് ലീഗിൽ അവർ നോക്കൗട്ടായി, FA കപ്പിൽ നിന്ന് അവർ നോക്കൗട്ടായി, ഇപ്പം കരാബാവോ കപ്പിൽ നിന്ന് അവർ നോക്കൗട്ടായി. ഇനി ആകെയുള്ളവർക്ക് പ്രീമിയർ ലീഗാണ്. ടീമിലെങ്കിൽ അത്യാവശ്യം നല്ല പോയിന്റ് ലീഡ് ചെയ്യിക്കുന്നുണ്ട്, അത് അടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഇന്നത്തെ കളിയിലോട്ട് വരാം. ഇന്നത്തെ കളി ലിവർപൂളിന് വേണ്ടി അത്യാവശ്യം ഇന്നലത്തെ കളി ലിവർപൂളിനെ നെഗറ്റീവ് ആദ്യം പറയാം കേട്ടോ. ലിവർപൂളിന് വേണ്ടി ഏറ്റവും ഡൗൺ ആയിട്ട് കളിച്ച പ്ലെയർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രൈക്കർ ജോട്ട തന്നെയാണ് കേട്ടോ. ജോട്ട അത്യാവശ്യം ഡൗൺ ആയിരുന്നു. പുള്ളി പാസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തു, പക്ഷേ പുള്ളിക്ക് ഗോളൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും വെച്ചില്ല. അത് തന്നെ വലിയൊരു ഇതാണ്. അത് തന്നെ കാരണമാണ് പുള്ളിനെ സബ് ഇറക്കിയത്. പിന്നെ ഇന്നലെ ലിവർപൂളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 4-2-3-1. പിന്നെ എനിക്ക് ഡൗൺ ആയിട്ട് തോന്നിയ പ്ലെയർ എന്ന് പറഞ്ഞാൽ മാക്കലിസ്റ്റർ ആട്ടോ. മാക്കലിസ്റ്റർ വന്ന സമയമൊക്കെ എന്ന് പറഞ്ഞാൽ തീയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മാക്കലിസ്റ്റർ കളിച്ചു. അതും അർജൻറ്റീന വേൾഡ് കപ്പ് അടിച്ച് തന്നെ വന്നേ ലിവർപൂളിലോട്ട് വരും. വേൾഡ് കപ്പ് പഠിച്ചപ്പോൾ ബ്രൈറ്റനിലായിരുന്നു. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറിൽ ലിവർപൂളിലോട്ട് വരുന്നു. ലിവർപൂളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കാഴ്ചയൊക്കെ കാണിച്ചാൽ അത്യാവശ്യം നല്ല ലോങ് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കളി വെച്ച് ഈ കളി നോക്കുവാണെങ്കിൽ മാക്കലിസ്റ്റർ ഇന്നലത്തെ കളി ഡൗൺ ആയിരുന്നു. പുള്ളീനെ സബ് ഇറക്കിയായിരുന്നു. പിന്നെയും എനിക്ക് ലിവർപൂളിന് വേണ്ടി അത്യാവശ്യം നല്ല രീതി കളിച്ചെന്ന് തോന്നിയ ഒരു പ്ലെയറാണ് കിയേസ. സൂപ്പർ സബായിരുന്നു. കിയേസനെ കുറച്ച് മുമ്പ് ഇറക്കണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കിയേസ കളിച്ച കളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഇന്നലെ. പുള്ളി വന്ന ഒരു ഗോൾ സ്കോർ ചെയ്തു. പുള്ളി വന്നപ്പോഴാണ് വീണ്ടും ലിവർപൂളിനൊരു സ്ട്രെങ്ത് ഉണ്ടായത്. നല്ല രീതി ലിവർപൂൾ വീണ്ടും കളിച്ചു, അറ്റാക്കിലോട്ട് ഒരു ഗോളൊക്കെ വന്നു. പക്ഷേ സമയം അവസാനിക്കാറായപ്പോഴാണ് ആ ഒരു ഗോൾ വന്നത്. 94 ആണെന്ന് തോന്നുന്നു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ടൈം വേസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ന്യൂകാസ്റ്റലിൻ്റെ കുറച്ച് കഥാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവർ തോറ്റതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സത്യം പറഞ്ഞാൽ കിയേസനെ കുറച്ച് മുമ്പേ ഇറക്കേണ്ടതായിരുന്നു. പിന്നെ പറയാനുള്ളത് വാൻഡിജിക്കിനെ കുറിച്ച് ആസ് എ ക്യാപ്റ്റൻ വാൻഡിജിക് ഈസ് എ ഗുഡ് പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വാൻഡിജിക് കളിച്ചു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പുള്ളിക്ക് പുള്ളി ക്യാപ്റ്റൻസി എന്നൊരു രീതിയിൽ ആൾക്കാരെയും നല്ല രീതിയിൽ കളിപ്പിച്ചു. ഒരു വാളായിരുന്നു, ഒരു വാളെന്ന് പറയാം കേട്ടോ, അങ്ങനെ പറയാം. ബാക്കിയുള്ള സെൻട്രൽ ബാക്കൊന്നും എനിക്ക് വലിയതായിട്ട് നല്ല മെച്ചം തോന്നിയിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ള എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാവുള്ളൂ. കാരണം പക്ഷെ എന്ത് പറഞ്ഞാലും ന്യൂകാസ്റ്റലിൻ്റെ കളി അതിഗംഭീരമായിരുന്നു. അവരുടെ ടൈറ്റിൽ ആയിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക.